ഇവിടുത്തെ ആ ഒരു അവരുടെ ജീവിതമുണ്ടല്ലോ, നമ്മുടെ മലയാളികളെ ബാംഗ്ലൂരിനെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സൃഷ്ടി ചെയ്തിട്ടുണ്ടോ, നടത്തിയിട്ടുണ്ടോ? ഞാൻ എഴുതിയിട്ടുള്ള ഈ രാമപുരത്തിന്റെ കഥയിൽ പോലും ബാംഗ്ലൂരിൽ വന്ന് ടീച്ചേഴ്സ് ട്രെയിനിങ് എടുക്കുന്ന സൗദാമിനി കഥാപാത്രമാണ്. ബാംഗ്ലൂർ ഇല്ലാത്ത ഒന്നുമില്ല. ഒരു സാധാരണ ജീവിതം ഒരു ബാംഗ്ലൂർ മയമാണ്. ആണ്. ബാംഗ്ലൂർ എന്റെ സ്വന്തം സ്ഥലം തന്നെയാണ്. കേരളം പോലെ സ്വപ്ന നഗരി എന്ന് ബാംഗ്ലൂരിനെ വിളിച്ചു തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളായിട്ടുണ്ട്. പക്ഷേ സാറിനോട് സംസാരിച്ചപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം 19-ാം വയസ്സിൽ എത്തുമ്പോഴേ ബാംഗ്ലൂരു സാറിന്റെ സ്വപ്ന നഗരി. ശരിക്കും സ്വപ്ന നഗരി അന്നായിരുന്നു. കാരണം ഉച്ചയ്ക്ക് നമ്മൾ 1 മണിക്കൊക്കെ ഈ തെരുവിലൂടെ നടക്കുമ്പോഴാണ് മഞ്ഞ് കാണും. ശരിക്ക് കാശ്മീരിലൊക്കെ ഇപ്പോൾ പോയാൽ പോലും അങ്ങനെ കാണുമെന്ന് പറയാൻ പറ്റില്ല. അത്രയും നല്ല കാലാവസ്ഥയില്ല, അത്രയും നല്ലൊരു ചെറിയൊരു നഗരമായിരുന്നു ബാംഗ്ലൂർ ഞാൻ ആദ്യം വരുമ്പോൾ. പക്ഷെ ഇന്ന് അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റും. കാലാവസ്ഥയിൽ മാത്രമല്ല, ഇവിടുത്തെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ അഭൂതപൂർവമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഇത്രയധികം ഫാസ്റ്റ് ഡെവലപ്മെന്റ് നേടിയിട്ടുള്ള നഗരങ്ങൾ ഉണ്ടോ എന്ന് സംശയം. സാർ ആദ്യം പറഞ്ഞതുപോലെ ഇഷ്ടാനിഷ്ടങ്ങളെ പോലും നിയന്ത്രിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉള്ളതായിരിക്കാം. എന്തായാലും സാറേ, ഈ ബാംഗ്ലൂർ നഗരത്തിൽ ഞങ്ങൾ വന്ന് ഇതിനു മുമ്പെടുത്ത പല വ്യക്തികളെയും ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയത്, ഏറ്റവും കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളിലുള്ള മലയാളികളുള്ള സംസ്ഥാനങ്ങളിലേക്കാളും കൂടുതൽ ഈ സാമൂഹിക എന്താ പറയുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് സംഘടന, 75ഓളം സംഘടനകൾ ഞങ്ങൾ അറിഞ്ഞു. ഇത് ഒരു വല്ലാത്തൊരു സന്തോഷവും വല്ലാത്തൊരു അനുഗ്രഹവുമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഓരോരുത്തർക്കും മറ്റുള്ളവരെ സഹായിക്കാൻ ഇവിടെ കഷ്ടപ്പെടുന്ന മലയാളി, അതിൽ 8 ലക്ഷത്തോളം മലയാളികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ ഒരു ജനസംഖ്യ അത്രയൊക്കെ ആയി അപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് അത്തരം ഒരു പ്രവർത്തനത്തെ മേഖലയിൽ സാറിന്റെ പങ്ക് എന്താണ്? സാർ അങ്ങനത്തെ പ്രവർത്തനം പങ്കെടുക്കുക? തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ എല്ലാ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളതിന്റെ അടിസ്ഥാനം തന്നെ ജീവകാരുണ്യ പ്രവർത്തനമാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം മറ്റുള്ളവന് അവരിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിൽ ഒരു സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു രഹസ്യം. അതായത് നമ്മൾക്ക് നമ്മളെ പറ്റി മാത്രമാണ് ചിന്തിക്കുക, പിന്നെ നമ്മളെ ജീവിതം കൊണ്ട് എന്താ പ്രയോജനങ്ങൾ ഒന്നുമല്ല. ഈ ബാംഗ്ലൂരു നഗരത്തിലെ മലയാളികളെ ബേസ് ചെയ്തുകൊണ്ട് സാറ് ഒരു നോവൽ എഴുതാനുള്ള ഐഡിയ ഉണ്ടോ? അങ്ങനെ വന്ന കാരണം എനിക്ക് തോന്നുന്നു മറ്റു ആരേക്കാൾ കൂടുതൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതലും ഇവിടെ ജീവിച്ചുകൊണ്ടും ഇവിടുത്തെ മലയാളികളുടെയും ഇവിടുത്തെ ജീവിതവും തൊട്ടറിഞ്ഞ, വളരെ അടുത്ത് നിന്ന് തൊട്ടറിഞ്ഞൊരു വനിതയാണ്. അപ്പോൾ താങ്കൾക്കതിന് കഴിയും. എൻ്റെ ഈ രഘുനാഥനുറുങ്ങിയാണെന്നുള്ള നോവല് ഈ നമ്മുടെ കടത്തനാട്ട് ഉദയവർമ്മ രാജ പുരസ്കാരം നേടിയിട്ടുള്ള നോവൽ കഴിഞ്ഞ വർഷം. അപ്പോൾ ആ നോവല് ശരിക്കും കൈകാര്യം ചെയ്യുന്നത് ബാംഗ്ലൂരിലുള്ള ഒരു മലയാളികളുടെ ജീവൻ തന്നെയാണ്. സാറിനോട് ചോദിക്കാനുള്ള, സാറിൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനുള്ളിൽ പ്രത്യേകിച്ച് ഒരു സാധാരണ ഒരു ആൾക്കാരെ ഒരു വ്യക്തിയേക്കാൾ ഉപരി ഒരു എഴുത്തുകാരൻ സർഗപ്രതിഭയുള്ള ഒരു ദേഹം എന്ന നിലയിൽ താങ്കൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താങ്കളെ എന്നും ഓർമ്മപ്പെടുത്തുന്ന മറക്കാനാവാത്ത ഒരു സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് അതൊരു ഭയങ്കര പ്രേക്ഷകരുടെ ഒരു ആകാംക്ഷയും താല്പര്യത്തിലിരിക്കുകയാണ്. എന്താണ് ആ സാറിൻ്റെ ആ ഒരു മറക്കാനാവാത്തൊരു ഓർമ്മ? ഞാൻ ഇത്രയും വർഷമായിട്ട് വിട്ടു നിൽക്കുന്ന, അതായത് വല്ലപ്പോഴും ഞാൻ പോയിട്ട് എൻ്റെ ഒരു ബന്ധം റിന്യൂ ചെയ്യലുള്ളൂ നാട്ടിലേക്ക്. അപ്പോൾ എൻ്റെ ഗ്രാമമായ രാമന്തളിയുടെ പകുതിയോളം ഭാഗം പിന്നെ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അക്വയർ ചെയ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ അക്വയർ ചെയ്യാൻ എന്ന സമയത്ത് വീടുകൾ നഷ്ടപ്പെട്ടവർ, സ്ഥലം നഷ്ടപ്പെട്ടവർ, കൃഷിഭൂമി നഷ്ടപ്പെട്ടവർ, യുഗങ്ങളായിട്ട് അവിടെ ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ തുടർച്ചകളായിട്ടുള്ള അവരുടെ സാംസ്കാരിക തനിമകൾ അതെല്ലാം നഷ്ടപ്പെട്ടു. അവരവിടെ നിന്ന് പറിച്ചു മാറ്റപ്പെട്ടു. അവർ ഗവൺമെൻറ് കൊടുത്ത പണവും വാങ്ങിയിട്ട് വേറെ ഭാഗങ്ങളിലേക്ക് പിന്നെ അന്വേഷിച്ചു പോയി, സ്ഥലം അന്വേഷിച്ചു പോയിട്ട് അവർ പലയിടത്തും ജീവിച്ചു. പലരും ആത്മഹത്യ ചെയ്ത് പല പ്രശ്നങ്ങളുണ്ട്. ആ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ അതിനെക്കുറിച്ച് ഒരു നോവലിൽ അതിനെക്കുറിച്ച് ഞാൻ എഴുതാൻ നിൽക്കും. ഇനി സാറിന് ഞാൻ സാധാരണ സ്ഥിരം ചോദിക്കുന്ന പുതിയ ബിസിനസ്സുകാരോട്, സാറ് ഒരു എഴുത്തുകാരൻ, അപ്പോൾ സാറിന് പുതുതായിട്ട് വരുന്ന എഴുത്തുകാരോട് അല്ലെങ്കിൽ പുതുതായിട്ട് ബാംഗ്ലൂരിൽ എത്തുന്ന മലയാളികളോട് എന്ത് മെസ്സേജാണ് സാർ കൊടുക്കുന്നത്? എന്താണ് അവരോട് പറയാനുള്ളത്? ഒന്ന് പറയണം സാർ. ഇപ്പോൾ നമ്മൾ ഈ എവിടെ പോയാലും
ബാംഗ്ലൂരിലായാലും പുറത്തെവിടെ തന്നെ ഉപകാരം. നമുക്ക് ഇപ്പോഴേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ ഈ കുഴമറച്ചിലുകൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ അടയാളപ്പെടുത്താൻ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ കഴിയുന്നത്രയും ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ എല്ലാം ഏത് മൂല്യത്തിൻ്റെയും അടിസ്ഥാനം പറഞ്ഞാൽ മനുഷ്യസ്നേഹമാണ്, മാനവികത. അതിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ജീവിക്കാനാണ് നാടുവിട്ട് പോകുന്നത് ഒക്കെയുണ്ട്. പക്ഷേ എവിടെ പോയാലും നമ്മൾ മാനവികത എന്നുള്ളത് എപ്പോഴും മുറുകെ പിടിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകുന്നുള്ളൂ. കേരള വിഷൻ്റെ വിജയവീതി എന്ന ഈ പരിപാടിയിൽ സ്നേഹം കൊടുത്ത് വിജയശ്രീലാളിതനായി വിജയത്തിൻ്റെ വീതിയിൽ നിൽക്കുന്ന താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നന്മകളും വരുന്നുണ്ട്. ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ പരിപാടി ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും അകമഴിഞ്ഞെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡിലെ ചോദ്യം ശ്രദ്ധിക്കുക. സുധാകരൻ രാമന്തലിയുടെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ചെറുകഥയുടെ പേര്. സുധാകരൻ രാമന്തലിയുടെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ചെറുകഥയുടെ പേര് ശ്രദ്ധിക്കുക. ഉത്തരം വിളിച്ചറിയിക്കേണ്ട നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഒന്നുകൂടി പറയാണ്, 0484231778 or 83. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം നന്ദി, നമസ്കാരം.